2007 ഇറങ്ങിയ നോ റിസർവേഷൻസ് എന്ന സിനിമയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഭയങ്കര ട്വിസ്റ്റും കാര്യങ്ങളൊന്നും ഈ സിനിമയ്ക്കില്ല. എന്നാൽ പോലും നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് മൂവിയാണിത്. കഥ തുടങ്ങുന്നത് നമ്മുടെ നായികയായിട്ടുള്ള കേറ്റിനെ കാണിച്ചുകൊണ്ടാണ്. ആളിപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിന്റെ മുന്നിലിരിക്കുകയാണ്. എന്നാൽ അവളുടെ പ്രശ്നങ്ങളൊന്നും പറയാതെ കുക്കിങ്ങിനെ പറ്റിയിട്ടാണ് ഫുള്ള് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചേരം കഴിഞ്ഞ് ആ ഒരു സൈക്കോളജിസ്റ്റിന് അത് ബോറടിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ നീ എന്തിനാണ് വന്നത് എന്ന് അവളുടെ അടുത്ത് ചോദിക്കുന്നു. ആ ഒരു ചോദ്യത്തിന് ഉത്തരം അവൾക്കും അറിയില്ലായിരുന്നു. കാരണം അവളുടെ ബോസ് നിർബന്ധിച്ചിട്ടാണ് അവൾ ആ ഒരു തെറാപ്പിക്ക് വന്നേക്കുന്നത്. പിന്നീട് ആ ഒരു സീൻ കട്ടായി റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്ന കേറ്റിനെയാണ് കാണിക്കുന്നത്. അവൾ ആ ഒരു റെസ്റ്റോറൻറ്റിലെ എക്സിക്യൂട്ടീവ് ഷെഫാണ്. അവിടെയുള്ള എല്ലാ ഷെഫുമാരും തന്നെ ഇവളുടെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവളുണ്ടാക്കുന്ന ഫുഡെല്ലാം തന്നെ വളരെ പെർഫെക്റ്റ് ആണ്. അത് കാരണം ആരെങ്കിലും ഇവളുടെ ഫുഡിനെ കുറ്റം പറഞ്ഞാൽ ഇവൾ അത് സമ്മതിച്ചു കൊടുക്കാറില്ല. കേറ്റ് ജീവിക്കുന്നതും ഒറ്റയ്ക്കാണ്. അവൾക്ക് ഫ്രണ്ട്സോ റിലേഷൻഷിപ്പോ ഒന്നും തന്നെ ഇല്ല. ആകെ അവൾക്കുള്ളത് ഒരു ചേച്ചിയും ചേച്ചിയുടെ മകളും മാത്രമാണ്. അങ്ങനെ ഒരു ദിവസം കേറ്റ് കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവൾക്ക് ഹോസ്പിറ്റലിൽ നിന്നും ഒരു കോള് വരുന്നു. അവളുടെ ചേച്ചി ഓടിച്ച വണ്ടി ആക്സിഡന്റ് ആയി. ചേച്ചി സ്പോട്ടിൽ തന്നെ മരിച്ചു പോകുന്നുണ്ട്. പക്ഷേ അവരുടെ മകള് രക്ഷപ്പെടുന്നു. കേറ്റിന് വളരെ സങ്കടമാവുന്നുണ്ട്. കാരണം അവൾക്ക് സ്വന്തം എന്ന് പറയാനായിട്ടുണ്ടായിരുന്നത് ആ ഒരു ചേച്ചി മാത്രമായിരുന്നു. അന്നത്തെ ദിവസം അവള് പിന്നെയും കിച്ചണിൽ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നു. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ച് സങ്കടപ്പെട്ട് ആ ഒരു കിച്ചണിലെ സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്തേക്കുന്ന മുറിയിലേക്ക് കയറുന്നു. എന്നിട്ട് അവിടെ ഇരുന്ന് അവൾ കരയുകയാണ്. ഇത് അവളുടെ ബോസ് കാണുന്നു. "നീ ഇനി കുറച്ച് നാളത്തേക്ക് വർക്കിന് വരണ്ട. നീ ഒന്ന് ഓക്കെ ആയിട്ട് മാത്രം വന്നാൽ മതി" എന്ന് അവളുടെ ബോസ് പറയുന്നു. അങ്ങനെ അവൾ തിരിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ചേച്ചിയുടെ മകളുടെ പേര് സോയി എന്നാണ്. ആ ഒരു കുട്ടിയുടെ അച്ഛൻ നേരത്തെ തന്നെ ഉപേക്ഷിച്ചു പോയത് കൊണ്ട് വേറെ ആരും തന്നെ ആ ഒരു കുട്ടിയെ നോക്കാനില്ല. അത് കാരണം അവളെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കേറ്റ് തീരുമാനിക്കുന്നു. അമ്മ മരിച്ചുപോയത് കൊണ്ട് തന്നെ ആ ഒരു കുട്ടി വളരെയധികം ഡിപ്രസ്ഡ് ആയിരുന്നു. ആരോടും ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. കേറ്റ് അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒത്തിരി ടോയ്സ് വാങ്ങിക്കൊടുക്കുന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡും എല്ലാം പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവളൊന്നും തന്നെ കഴിക്കുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ആ ഒരു അവസ്ഥയിലിരിക്കുന്ന സമയത്ത് അങ്ങനെ തൻ്റെ കിച്ചണിലേക്കൊന്ന് പോയി നോക്കാമെന്ന് അവൾ തീരുമാനിക്കുന്നു. ആ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയപ്പോഴാകട്ടെ കേറ്റ് ഞെട്ടിപ്പോകുകയാണ്. കാരണം അവൾ നിന്ന ആ ഒരു പൊസിഷനിൽ വേറൊരാൾ നിന്നിപ്പോൾ കുക്ക് ചെയ്യാണ്. അവൾ ആ ഒരു കാര്യം ചോദിച്ച് ബോസിനോടാകെ ചൂടാവുന്നുണ്ട്. "ഞാൻ കുറച്ച് നാൾ ലീവ് എടുത്തെന്ന് വിചാരിച്ച് എനിക്ക് പകരം നിങ്ങൾ വേറെ ആളെ വെച്ചോ?" എന്നവൾ ചോദിക്കുന്നു. അയാൾ നല്ലൊരു കുക്കാണ്. ഞാൻ നിനക്ക് ചെറിയൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആളെ അപ്പോയിന്റ് ചെയ്തത്. അല്ലാതെ നിന്റെ പൊസിഷൻ ഒന്നും ഞാൻ അയാൾക്ക് കൊടുത്തിട്ടില്ല എന്ന് അവളുടെ ബോസും സംസാരിക്കുന്നു. പക്ഷേ കേറ്റിന് അതൊന്നും അത്ര ഇഷ്ടമായിട്ടില്ല. അങ്ങനെ അവളൊന്നും സംസാരിക്കാതെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. പിറ്റേ ദിവസം അവൾ വളരെ ലേറ്റ് ആയിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. സോയിക്കാണെങ്കിൽ സ്കൂളിലേക്ക് പോകാനുള്ള ടൈമും ആയി. അങ്ങനെ ധൃതി പിടിച്ച് സോയിയെ സ്കൂളിലാക്കി കൊടുക്കുന്നു. പിന്നീട് അവളുടെ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പറയുന്നുണ്ട്. കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ ഒന്നാമത് എനിക്കറിയില്ല. അമ്മയില്ലാത്ത ഒരു കുട്ടിയെ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അവളാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് ഒന്നും തന്നെ കഴിക്കുന്നു പോലുമില്ല എന്നെല്ലാം അവൾ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പറയുന്നു. ആ ഒരു കുട്ടി ചിലപ്പോൾ അവളുടെ അമ്മയെ മിസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം നീ ഉണ്ടാക്കുന്ന ഫുഡൊന്നും കഴിക്കാത്തത്. കുട്ടികൾക്ക് ചിപ്സും നഗറ്റ്സും എല്ലാം വളരെ ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ നീ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്ക് എന്ന് സൈക്കോളജിസ്റ്റ് പറയുന്നു. അങ്ങനെ അവള് ആ ഒരു ഫുഡും പ്രിപ്പയർ ചെയ്ത് സോയിക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതും സോയി കഴിക്കുന്നില്ല. അന്നത്തെ ദിവസം അവൾ വർക്കിന് പോകുമ്പോൾ സോയിയെ നോക്കാൻ വേണ്ടി ഒരു ബേബി സിറ്ററിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ബേബി സിറ്ററിന്റെ കോലം കണ്ടപ്പോൾ തന്നെ കേറ്റിനാകെ പേടിയാവുന്നുണ്ട്. പിന്നെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് കേറ്റ് ആ ഒരു ബേബി സിറ്ററിനെ നിർത്തി അവള് റെസ്റ്റോറന്റിലേക്ക് പോകുന്നു. അവൾ ആ ഒരു റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു റെസ്റ്റോറന്റിൽ പുതുതായിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നെന്ന്. അയാളുടെ പേര് നിക്ക് എന്നാണ്. ആ നിക്ക് അവളുടെ അടുത്ത് കമ്പനി ആവാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കേറ്റ് അയാളെ നല്ലപോലെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അയാൾ എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് കൊടുത്താൽ തന്നെ കേറ്റ് അത് വാങ്ങുന്ന പോലുമില്ല. അയാൾക്ക് അത് വളരെയധികം ഇൻസൾട്ട് ആയിട്ട് തോന്നി. അപ്പോൾ നിക്ക് എന്താണ് തൻ്റെ അടുത്ത് ഇത്രയും ബുദ്ധിമുട്ടെന്ന് കേറ്റിൻ്റെ അടുത്ത് നേരിട്ട് ചെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഒരു പൊസിഷനിലെത്തിയത്. എൻ്റെ ഈ ഒരു സ്ഥാനം തട്ടിയെടുക്കാൻ നോക്കുന്ന ആളുടെ അടുത്ത് എനിക്ക് എങ്ങനെ കമ്പനി അടിക്കാൻ പറ്റും? എനിക്ക് താൻ വന്നത് ഒട്ടും ഇഷ്ടമായിട്ടില്ല എന്നും കേറ്റ് പറയുന്നുണ്ട്. തന്നെ വെൽക്കം ചെയ്യാത്ത ഒരു സ്ഥലത്ത് നിൽക്കാനായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞ് നിക്ക് ആ ഒരു ജോലി ഉപേക്ഷിച്ചു പോകാനായിട്ട് ഒരുങ്ങുന്നു. കേറ്റ് എൻ്റെ അടുത്ത് നിൽക്കണമെന്ന് പറഞ്ഞാൽ മാത്രമേ ഞാനിവിടെ നിൽക്കത്തുള്ളൂ എന്നയാൾ പറയുന്നു. താൻ കാരണം ഒരാളുടെ ജോലി പോകണ്ട എന്ന് വിചാരിച്ച് കേറ്റ് അയാളോട് നിൽക്കാനായിട്ട് പറയുന്നു. അങ്ങനെ അന്നത്തെ ദിവസം അവൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു ബേബി സിറ്റർ നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. ജോയിക്ക് ആകെ പേടിയായി അവൾ കട്ടിനടിയിൽ ഇരിക്കുന്നതാണ് കേറ്റ് കണ്ടത്. ഇത് കാരണം ആ ഒരു ബേബി സിറ്ററിനെ ഇനി വെക്കണ്ട എന്ന് കേറ്റ് തീരുമാനിക്കുന്നു. പിറ്റേ ദിവസം അവൾ വർക്കിന് പോകുന്ന സമയത്ത് സോയിയെയും കൂടെ കൊണ്ടുപോകുന്നു.
അങ്ങനെ ആ ഒരു കിച്ചണിലെ ടേബിളിൽ സോയി ഇരിക്കുകയാണ്. സോയി ഇത്രയും നാളായിട്ടൊന്നും ചിരിച്ചിട്ട് പോലുമില്ല. മാത്രമല്ല ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഫുഡ് പോലും അവള് കഴിക്കുന്നുമില്ല എന്ന് കേറ്റ് അവളുടെ ഫ്രണ്ടിന്റെ അടുത്ത് പറയുന്നു. ഇത് നിക്ക് കേട്ടു. അവൻ ഒരു നൂഡിൽസ് ഉണ്ടാക്കി സോയിയുടെ അടുത്ത് ചെന്ന് അതിരുന്ന് കഴിക്കുന്നു. സോയിക്കാണെങ്കിൽ ആ നൂഡിൽസ് കണ്ടിട്ട് കൊതിയാവുന്നുണ്ടായിരുന്നു. എന്നാൽ അവളത് ചോദിക്കുന്നില്ല. അങ്ങനെ നിക്ക് കുറച്ചു നേരം കഴിഞ്ഞ് ആ ഒരു നൂഡിൽസ് അവിടെ വെച്ചിട്ട് പോകുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് സോയി അതെടുത്ത് കഴിക്കുന്നുമുണ്ട്. അത് കാണുന്ന കേറ്റിന് വളരെ സന്തോഷമാകുന്നു. കാരണം കുറേ നാൾ കൂടിയിട്ടാണ് അവള് ഇങ്ങനെ നല്ലപോലെ ഫുഡൊക്കെ കഴിക്കുന്നത് കാണുന്നത്. നിക്കിനോട് അവൾ നന്ദി പറയുന്നുണ്ട്. പിന്നീടുള്ള ദിവസങ്ങളിൽ കേറ്റ് വർക്കിന് പോകുന്ന സമയത്ത് സോയിയും കൊണ്ടുപോകാനായിട്ട് തുടങ്ങി. സോയി ആണെങ്കിൽ ഓരോ സാധനങ്ങളൊക്കെ അരിഞ്ഞു കൊടുത്ത് കേറ്റിനെ സഹായിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു അറ്റ്മോസ്ഫിയർ സോയിയെ വല്ലാതെ മാറ്റി. അവള് പിന്നെയും ചിരിക്കാനൊക്കെ തുടങ്ങി. സോയി നിക്കിനായിട്ടും വളരെ കമ്പനിയാകുന്നുണ്ട്. ഒരു ദിവസം സോയി സ്കൂളിൽ നിന്ന് വിളിക്കാനായിട്ട് കേറ്റ് മറന്നു പോകുന്നു. അത് പക്ഷേ സോയിക്ക് വളരെയധികം സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. സോയി പിന്നെ കേറ്റ് വന്ന് വിളിച്ചിട്ട് പോകാൻ പോലും കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവളുടെ ആ ഒരു സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് അവൾ പറയുന്ന ഏതെങ്കിലും ഒരാഗ്രഹം സാധിച്ചു തരാമെന്ന് കേറ്റ് അവളുടെ അടുത്ത് പറയുന്നു. നിക്കിനെ വീട്ടിലേക്ക് വിളിച്ച് അവൾക്ക് ഒരുമിച്ച് കുക്ക് ചെയ്യണം എന്നാണ് അവൾ പറയുന്ന ആഗ്രഹം. നിക്കിനോടുള്ള ഇഷ്ടക്കുറവ് ഇപ്പോഴും കേറ്റിനുണ്ട്. അവനെ വീട്ടിലേക്ക് വിളിക്കാനായിട്ട് കേറ്റിന് ഭയങ്കര മടിയായിരുന്നു. എന്നാലും സോയി പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് അവനെ വീട്ടിലേക്ക് വിളിക്കുന്നു. അങ്ങനെ അവരൊരുമിച്ച് കുക്ക് ചെയ്ത് ഡിന്നർ കഴിക്കുന്നു. നിക്ക് സോയിയെ നല്ല രീതിയിൽ നോക്കുന്നത് കണ്ടിട്ട് കേറ്റിന് അവനോട് ചെറിയൊരു ഇഷ്ടമെല്ലാം ആ സമയത്ത് തോന്നി തുടങ്ങിയിരുന്നു. അങ്ങനെയിരിക്കെ പിറ്റേ ദിവസം സോയി സ്കൂളിലാക്കുന്ന സമയത്ത് സോയിയുടെ ടീച്ചേഴ്സ് അവളെപ്പറ്റി ചില കംപ്ലയിൻസ് പറയുന്നു. സോയി എപ്പോഴും ക്ലാസ്സിലിരുന്ന് ഉറക്കമാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവൾക്ക് നന്നായിട്ട് പഠിക്കാനൊന്നും പറ്റില്ല. അവള് രാത്രി കിച്ചണിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ആ ഒരു കുട്ടിയെ പണിയെടുപ്പിക്കാൻ നോക്കുകയാണോ? ഇനിയും ഇത് തുടർന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങളിത് കംപ്ലൈന്റ് ചെയ്യും എന്ന് കേറ്റിന്റെ അടുത്ത് അവർ പറയുന്നു. കേറ്റ് ഈ ഒരു കാര്യം സോയിയുടെ അടുത്ത് പറയുമ്പോൾ അവൾ അതിന് സമ്മതിക്കുന്നില്ല. ആ ഒരു റെസ്റ്റോറന്റിലേക്ക് വരുന്നതെല്ലാം സോയിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. കേറ്റിന് തന്നെ വേണ്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് വിചാരിച്ച് സോയി ഓടിപ്പോകുന്നു. പക്ഷെ അതുകൊണ്ടൊന്നുമല്ല എന്ന് പറഞ്ഞ് കേറ്റ് അവളെ സമാധാനിപ്പിക്കുന്നു. അന്ന് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് എന്തോ ഒരു ശബ്ദം കേട്ട് കേറ്റ് എണീക്കുന്നു. നോക്കിയപ്പോഴാകട്ടെ സോയി അവളുടെ അമ്മയുടെ വീഡിയോസ് എല്ലാം എടുത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോയി ആ ഒരു വീഡിയോസ് കണ്ട് കരയുന്നു. കേറ്റിനും ആകെ സങ്കടമാവുന്നുണ്ട്. സോയി അവളുടെ അമ്മയെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടെന്നും താൻ ഇനി കുറച്ചുകൂടെ കൂടുതൽ സമയം സോയിയോടൊപ്പം സ്പെൻഡ് ചെയ്യണമെന്നും കേറ്റിന് തോന്നുന്നു. അവളുടെ ആ ഒരു സങ്കടമെല്ലാം മാറ്റി അവളുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പിറ്റേ ദിവസം അവൾ ജോലിക്ക് പോകുന്നില്ല. അങ്ങനെ അവർ ഒരുമിച്ചിരുന്ന് കളിക്കുന്നു. ആ ഒരു സമയത്ത് തന്നെ നിക്കുമായിട്ട് കേറ്റ് കുറച്ചും കൂടെ ക്ലോസ് ആകുന്നുണ്ട്. അവര് അങ്ങനെ പതുക്കെ പ്രണയത്തിലാകുന്നു. സോയിയും നിക്കായിട്ട് നല്ല കമ്പനിയാണ്. ഒരു 3 പേരും ഒത്തിരി ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ ഒരു ഫാമിലി പോലെ വളരെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ ബോസ് വന്ന് നിക്കിന്റെ ഐഡിയ പ്രകാരം ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിനെ പറ്റി സംസാരിച്ചു. മാത്രമല്ല നിക്ക് പറയുന്ന രീതിക്കായിരുന്നു അന്ന് ഫുഡെല്ലാം തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. നിക്ക് അവിടുത്തെ മെയിൻ ഷെഫിനെ പോലെയെല്ലാം നിൽക്കുന്നത് കേറ്റ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളാണ് അവിടുത്തെ മെയിൻ ഷെഫ്. എന്നിട്ടും ബോസ് വന്ന് നിക്കിന്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കുന്നത് അവൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടായില്ല. അത് കാരണം തന്നെ നിക്കിന്റെ അടുത്ത് അവൾ അത് സംസാരിച്ച് ചൂടാകുന്നു. അന്ന് ഇത്രയും കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു പൊസിഷനാണിത്. എന്റെ സ്ഥാനം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണോ നീ വന്നത് എന്നെല്ലാം അവൾ ചോദിക്കുന്നു. അവൻ പക്ഷെ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കേട്ട് അതൊന്നും മനസ്സിലാക്കാതെ അവന്റെ അടുത്ത് പിന്നെയും ചൂടാകുന്നു. അത് കാരണം അവൻ അവളോട് പിണങ്ങി ആ ഒരു ജോലി ഉപേക്ഷിച്ച് പോകുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ നിക്ക് അവളെ കാണാനോ സംസാരിക്കാനോ ഒന്നും തന്നെ വന്നിരുന്നില്ല. ഇതിനെപ്പറ്റി സോയും അവളോട് ചോദിച്ചു തുടങ്ങി. അത്രയും നല്ലൊരു ഷെഫ് ആ ഒരു റെസ്റ്റോറന്റിൽ നിന്ന് പോയതുകൊണ്ട് അവന് പകരം വേറൊരാളെ കണ്ടുപിടിക്കാൻ വേണ്ടി ബോസ് അവളുടെ അടുത്ത് പറയുന്നു. അങ്ങനെ അവൾ ഒത്തിരി പേരെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. പക്ഷെ ആരെയും തന്നെ അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഇവള് വഴിയിൽ വെച്ച് നിക്കിനെ കാണുന്നു. അവന് വേറൊരു റെസ്റ്റോറന്റിലെ എക്സിക്യൂട്ടീവ് ഷെഫായിട്ട് തന്നെ ജോലി കിട്ടി എന്നുള്ള കാര്യം അവൻ അവളുടെ അടുത്ത് പറയുന്നു. നീ കാരണമാണ് എനിക്ക് ഇത്രയും നല്ലൊരു ജോലി കിട്ടിയത് എന്ന് അവൻ അവളുടെ അടുത്ത് നന്ദി പറയുന്നു. ജസ്റ്റ് റെസ്റ്റോറന്റിലെ ഒരു പൊസിഷന് വേണ്ടി അവന്റെ അടുത്ത് ഓരോന്ന് പറഞ്ഞ് വെറുതെ ആവശ്യമില്ലാതെ വഴക്കിട്ടതിന് അവൾ അവന്റെ അടുത്ത് മാപ്പ് ചോദിക്കുന്നു. എന്നിട്ട് അവൾ നേരെ റെസ്റ്റോറന്റിലേക്ക് പോകുന്നു. അന്നത്തെ ദിവസം അവൾ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ ഉണ്ടാക്കിയ ആ ഒരു ബീഫ് സ്റ്റീക്ക് വെന്തിട്ടില്ല എന്ന് പറഞ്ഞ് അവൾക്കൊരു കംപ്ലൈന്റ് വരുന്നു. അവളത് വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ അവൾ അത് സമ്മതിക്കുന്നില്ല. എന്നാൽ അവളുടെ ബോസ് വന്നിട്ട് അത് പിന്നെയും ഉണ്ടാക്കാനായിട്ട് പറയുന്നു. അങ്ങനെ അവൾ വളരെ നന്നായിട്ട് രണ്ടാമത് ഒന്നും കൂടെ അത് പ്രിപ്പയർ ചെയ്യുന്നു. പക്ഷെ രണ്ടാമത്തെ തവണയും അത് വെന്തിട്ടില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് വരുന്നു. ഒന്നാമത് കേറ്റ് നല്ല ദേഷ്യത്തിലായിരുന്നു. ഇതും കൂടെ ആയപ്പോഴത്തേനും അവളുടെ സഹി കിട്ടു. അവൾ ഒരു പച്ച ഇറച്ചിയും കൊണ്ടുവന്ന് അയാളുടെ ടേബിളിലേക്ക് വെച്ചിട്ട് ഇത്രയും വെന്താൽ മതിയോ എന്ന് അയാളുടെ അടുത്ത് ചോദിക്കുന്നു. എന്നിട്ട് അവൾ ആ ഒരു ടേബിളും തട്ടിമറിച്ചിട്ട് അവളുടെ ജോലിയും ഉപേക്ഷിച്ച് അവിടുന്ന് പോകുന്നു. എല്ലാ പൊസിഷനേക്കാളും വലുത് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതാണ് എന്നവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ നിക്കിനെ കണ്ട് മാപ്പ് ചോദിക്കുന്നു. അങ്ങനെ പിണക്കങ്ങളെല്ലാം മറന്ന് അവർ പിന്നെയും പഴയതുപോലെ ഒന്നിക്കുന്നു. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം രണ്ടുപേരും ഒരുമിച്ച് ഒരു റെസ്റ്റോറന്റ് തുടങ്ങി സോയുമായി ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അവർ രണ്ടുപേരും ഒരുമിച്ച് ആ ഒരു കിച്ചണിൽ വർക്ക് ചെയ്യുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുന്നു.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.